ഇരിക്കുക. പ്രിയമുള്ളവരെ, ഈ വചനം കർത്താവ് നൽകിയ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. പക്ഷേ ആർക്കും തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ബൈബിൾ ജീവിക്കുന്നത് കഠിനമാണെന്ന്. അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, കഠിന വചനങ്ങൾ ചെയ്യുന്നവർ ഡെസ്പാകേണ്ട കാര്യമില്ല. കഠിന വചനങ്ങൾ ചെയ്യുന്നവർ ഡെസ്പാകേണ്ട കാര്യമില്ല. കഠിനമായ ചില വചനങ്ങൾ ജീവിച്ചതിൻ്റെ പേരിൽ നഷ്ടം വന്നവരുണ്ട്, ക്ലേശം, എക്സ്ട്രാ ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. അവർ ഡെസ്പാകണ്ട. അതെന്ത് ചെയ്യണം? അവർ നിത്യജീവന് വേണ്ടി അത് നീക്കി വെക്കണം. കാര്യം എന്താ? കഠിന വചനങ്ങൾ, ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞുള്ള കേസില്ലേ, എന്താ കേസ്? അതായത് ഇപ്പോൾ മൂത്ത ചേച്ചി കല്യാണം കഴിച്ച് വിട്ടു, നടുവത്തെ ചേച്ചിയും കല്യാണം കഴിച്ചപ്പോൾ കുടുംബം റപ്റ്റായി. നിൻ്റെ കല്യാണം വന്നപ്പോൾ അപ്പനമ്മയും മരിച്ചു. അപ്പം നീ 10 കൊല്ലം എന്തുണ്ട് നിനക്ക് ബാലൻസ്? മൂത്ത ചേച്ചി കുടുംബം വിറ്റ് കെട്ടിച്ച് വിട്ട ചേച്ചി വന്ന് തിരക്കണില്ല അപ്പനും അമ്മയും. അപ്പനും അമ്മയും കിടപ്പ. അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കട്ടിലാണ്. നിനക്ക് എന്ത് കിട്ടി ഈ ജീവിതത്തിൽ? കുടുംബത്തിൻ്റെ അടുത്ത് കെട്ടിച്ച് വിട്ട നടുവത്തെ ചേച്ചി തിരക്കണില്ല. അവിടെ മക്കളെ കാനഡയിൽ വിടാൻ വേണ്ടിയുള്ള തിരക്കാണ് അവർ. ഈ അപ്പനും അമ്മയും നിൻ്റെ മുതുകത്തായിരിക്കണേ. നിനക്കാണെങ്കിൽ വരുമാനം കുറവാണ്, അവരാരും ഇങ്ങോട്ട് വരണമില്ല. വല്ലപ്പോഴും വന്നിട്ട് 500 തന്നിട്ട് പോകും. ഇതാണ് നിൻ്റെ ജീവിതം. ഇതാണ് കഠിന പദമെന്ന് പറയണത്. എന്നിട്ട് നീ നിൻ്റെ സ്നേഹത്തോടെ ക്ഷമയോടെ നിൻ്റെ മാതാപിതാക്കന്മാരെ നോക്കിയ ദൈവപൈതലെ നിൻ്റെ പ്രതിഫലം. 6:35 എടുത്ത ലൂക്കാ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്കാ 6:35. എന്നാൽ നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ഇതാണ് കഠിന പദങ്ങളെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പ്രതിഫലമില്ലാതെ നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലേ, എള്ളവളങ്ങണത് എണ്ണ കിട്ടാം, പാറ്റാപ്പുഴി കൊടുക്കണത് എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നു. ഇവിടുന്ന് ഇത് കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നേടിയെടുത്തത് വേറെ ആൾക്കാർ. അപ്പോൾ നിനക്ക് ചില സമയത്ത് അപ്പനും അമ്മയും കൂട്ടുവന്നിട്ടില്ല അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അപ്പനും അമ്മനും പ്രാകാൻ തോന്നും. ജീവിതകാലം മുഴുവൻ നീ രാവിലെ എഴുന്നേക്കണത് തന്നെ പ്രാഗിക്കാൻ എഴുന്നേക്കണത്. ദൈവത്തിലെ സ്വർഗം നിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നീ തിരിച്ചറിയാത്തത് വചനം അറിയാത്തത് കൊണ്ടാണ്. വചനം അറിയുന്ന വ്യക്തികൾ, അതായത് നിനക്കറിയാമല്ലോ, മക്കളുള്ളവരും മക്കളില്ലാത്തവരും അവസാനം ഒരുപോലെയാവും. കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും അവസാനം ഒരുപോലെയാവും. വസ്തുക്കളുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാകും. പക്ഷേ ഒരുപോലെ ആകണമ്പോഴേ ആരുടെ കൂടെയാണ് ദൈവം നിൽക്കണത്, ആർക്കാണ് ദൈവത്തെ അനുഭവിക്കാൻ പറ്റണത്, അവനാണ് കോടീശ്വരൻ എന്ന് പറയുന്നത്. അവൻ കൃപയുടെ കോടീശ്വരനാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഈശോ പറയും, നിങ്ങൾ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ അനീതി, വൈ കാൻറ്റ് യു സഫർ ഇൻജസ്റ്റിസ്? പത്തോസ് ചോദിക്കണം, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല? ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 കൊറിന്തോസ് 6:7. 1 കൊറിന്തോസ് 6:7. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ? ചില സമയത്ത് ദ്രോഹം ക്ഷമിക്കാനൊരു കൃപ കിട്ടും, വഞ്ചന സഹിക്കാനൊരു കൃപ കിട്ടും. ഇത് കൃപയാണ് ശരിക്കും, ദ്രോഹം ക്ഷമിക്കാനും വഞ്ചന സഹിക്കാനും. ഞാൻ ചില സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിച്ച് പിരിയാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ ഞാൻ അവളോട് ചോദിക്കും, എടി നീയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതാ അവൻ നിന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് പിന്നെ വരാതിരുന്നതാണോ? അടുത്തവരപ്പോൾ ചോദിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ, എടി നീയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതാ നിന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് അവൻ വരാതിരുന്നതാണ്, അത് എന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് അവൻ വരാതിരുന്നതാണ്. അവൻ്റെ അവിടെ അമ്മയുടെ വർത്തമാനമാണ് അയാൾ കേൾക്കണത്, അത് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ കർത്താവ് വചിരിക്കണം, കണ്ടാ, ഐ കാൻറ്റ് ഡു സഫർ ഇൻജസ്റ്റിസ്.
എൻ്റെ ദൈവത്തെ നിത്യതയുടെ കൊളുത്തപ്പെട്ടൊരു വിളക്ക് നിൻ്റെ ജീവിതത്തിന് മുമ്പിൽ തെളിച്ച് വെച്ചിട്ട് കാണുന്നില്ലെങ്കിൽ നീ ബിബ്ലിക്കലി സ്പീക്കിംഗ് യു ആർ എ ബ്ലൈൻഡ് വുമൺ. മനസ്സിലായില്ലേ? നിത്യതയുടെ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്ന കർത്താവ് അനീതി സഹിക്കാൻ, ദ്രോഹം ക്ഷമിക്കാൻ ഒരവസരം, അത് നിത്യതയുടെ വിളക്കാണ്. അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നീ അന്ധയാണെന്ന കർത്താവ് പറയുന്നത്. ശ്രുതികട്ടെ. ഞങ്ങൾക്ക് മുമ്പിൽ തെളിയപ്പെട്ടിരിക്കുന്ന നിത്യയുടെ വിളക്കുകൾ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. നീ എന്നോട് ഒരു ദിനാറയ്ക്ക് സമ്മതിച്ചതല്ലേ? നിൻ്റെ കൂലി വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. ആര് പറഞ്ഞാണത്? കർത്താവ് പറഞ്ഞാണ്. എന്ന് പറഞ്ഞതാണ്? ഇന്ന് കുർബാനയ്ക്ക് പറഞ്ഞാണ് അല്ലേ? അപ്പോൾ ചില സമയത്ത് നമ്മൾക്കാണ് തോന്നുന്നത് അനീതിയാണെന്ന്. ദൈവം എനിക്ക് മക്കളെ തന്നില്ല, ദൈവം എനിക്ക് സ്നേഹമുള്ള ഭർത്താക്കന്മാർ തന്നില്ല, എനിക്ക് ശനിയാഴ്ച കാറും എടുത്തുകൊണ്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. നീ അനിയത്തിയെ നോക്കിയിരിക്കണേ. നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കണത്? നിനക്ക് സ്നേഹമുള്ള ഭർത്താവിന് തന്നില്ല. അയാളുടെ മൊബൈൽ നോക്കുമ്പോൾ വേറെ ആൾക്കാരുടെ പേരൊക്കെ കേൾക്കുന്നത്. അയാൾക്ക് രാത്രിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തുനിന്ന് വിളിക്കണേ കാണാം. ഇയാൾ ഏത് പണ്ടാടത്തിനെ വിളിക്കണത് ദൈവത്തിന് അറിയാം. അപ്പോൾ നീ മോന്തം കയറ്റി വന്ന് നിൻ്റെ കൂടെ ഈ മനുഷ്യൻ്റെ കൂടെ കിടക്കുകയാണ് നീ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വിഷയങ്ങളെല്ലാം നിത്യതയോട് നിന്നെ അടുപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് പറയുന്നതാണ്, ഈ ഭർത്താവായാലും നാളെ മാഞ്ഞു പോകും. ഈ ഭൂമിയിലുള്ള എല്ലാം മാഞ്ഞു പോകും. മാഞ്ഞു പോകാത്ത സ്നേഹത്തിനായി നീ ദാഹിക്കണമെന്ന് എന്നോട് പറയുകയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു ഹൃദയം വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ, മാഞ്ഞു പോകാത്ത വസ്തുക്കളും മാഞ്ഞു പോകാത്ത വ്യക്തികളും മാഞ്ഞു പോകാത്ത ജീവിതവും കണ്ടെത്തുവാൻ എന്നെ ഇന്നുള്ള കഷ്ടപ്പാടുകളെ സമീപിക്കുവാൻ അഭിഷേകം നമുക്ക് നൽകണമേ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈശോ ഈ ലോകത്തെ സങ്കടങ്ങളെ എടുത്തിട്ട് പറയും. എന്താ പറയണത്? 8:18 എടുത്ത റോമ 8:18. ശ്രുതികട്ടെ. ഹല്ലേലൂയ. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. കഷ്ടതകളെ എന്ന് നിസ്സാരമാക്കുന്നു അന്ന് നീ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്തിരിക്കുന്നു. കഷ്ടതയില്ലെന്നല്ല പറയണത്. ഓരോ കഷ്ടതയെ ദൈവം അഡ്രസ്സ് ചെയ്യുന്ന രീതിയുണ്ട്. സ്വർഗത്തെ വെച്ച് വേണം കഷ്ടതയെ അഡ്രസ്സ് ചെയ്യാൻ. എങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാണ്. അതായത് നമ്മൾ കഷ്ടതയുണ്ട് നമുക്ക്. എന്താ കാര്യം? സ്നേഹിക്കാത്ത ഭാര്യ, അല്ലെങ്കിൽ സ്നേഹിക്കാത്ത നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയെ മനസ്സിലാക്കാത്ത ജീവിത പങ്കാളി, മക്കളാണെങ്കിൽ പോലും നമ്മൾക്ക് പനി വന്നാൽ പോലും മക്കൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരുടനെ ഇപ്പോൾ ചാകാൻ പോണ പോലുള്ള അഭിപ്രായം കാണിച്ച് മമ്മി നോക്കിയില്ല, പപ്പ നോക്കിയില്ല. ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിന് പോയ ആൾക്കാരുടെ നിലവിളി കേൾക്കണം ഫോണിൽ. എന്ത് പരിപാടിയാണ്? നിങ്ങൾക്ക് എൻ്റെ കാശ് മാത്രം മതി, എനിക്ക് അവസ്ഥ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരണില്ല. അമ്മയുടെ പാസ്പോർട്ട് എടുത്തിട്ട് ഇപ്പോഴാണ് 6-ാം മാസമോ 7-ാം മാസമോ ആയപ്പോഴാണ് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നേ. കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ള പെൺപിള്ളേർ പ്രസവിക്കാറുണ്ട്. ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? മമ്മിയും കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ മറ്റേ മമ്മി ഉടക്കും, ഭർത്താവിൻ്റെ മമ്മി ഉടക്കും. അപ്പോൾ ഈ 2 കക്ഷികളെ കെട്ടിയെടുത്തില്ലെങ്കിൽ നമുക്ക് 3.5 ലക്ഷം രൂപ ലാഭം. അതിനിവിടെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ശരിയാവുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് പാസ്പോർട്ട് എടുക്കാൻ ഓർഡറത്. ഇപ്പോഴാണ് പാസ്പോർട്ട് എടുക്കാൻ ഓർഡർ, മമ്മിക്ക് പാസ്പോർട്ട് എടുക്കാൻ ഓർഡറത്. പക്ഷേ അത് ഇപ്പം നിനക്ക് എൻ്റെ ആവശ്യം ഉണ്ടായപ്പോഴല്ലേ എൻ്റെ പാസ്പോർട്ടും ഫോട്ടോയൊക്കെ തിരക്കണമെന്ന് മമ്മി ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി മമ്മിയുടെ വാപത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ കഷ്ടപ്പാടെന്ന് അറിയണ്ടല്ല, കാശ് മാത്രം മതിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തെറ്റ് മറച്ച് വെച്ചുകൊണ്ട് മമ്മിയുടെ തെറ്റ് ഊതിക്കത്തിച്ചിട്ട് സ്കൂട്ടാകണ പരിപാടി. മകളെ എവിടം വരെ ഓടും? ഓന്തോടിയ വെയിൽ വരെ.
ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഓടണമെന്ന് ഓർത്തേക്കണം. സത്യസന്ധമല്ലാത്തൊരു വർത്തമാനം പറയരുത്. വിശുദ്ധമായ അധരങ്ങളുണ്ടായാൽ ഉടമ്പടി നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ അധരങ്ങൾ വിശുദ്ധീകരിക്കണമേ.